മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പന്നിക്കണി സ്ഥാപിച്ച ആളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. ഇയാൾക്കെതിരെ പോലീസ് നരഹത്യാക്കുറ്റത്തിന് കേസെടുത്തു. BJP പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നമുക്കറിയാം മലപ്പുറത്ത് വലിയ തരത്തിലുള്ള വന്യജീവി ആക്രമണ ഭീഷണി നേരിടുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല കർഷകരും ഇത്തരത്തിൽ ഈ പന്നിക്കണി വയ്ക്കുക പതിവാണ്. പക്ഷേ അതൊക്കെ നിയമവിരുദ്ധമാണ്. എന്തായാലും അത്തരമൊരു സംഭവത്തിലാണ് ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ആളിക്കത്തുന്നുണ്ട്. അതിനിടയിൽ പോലീസിന് ഈ പന്നിക്കണി വെച്ച ആളെക്കുറിച്ച് സൂചന ലഭിച്ചു എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, മലപ്പുറം നിലമ്പൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂരിലെ വഴിക്കടവ് വെള്ളക്കെട്ട എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥികൾ ഈ സംഭവത്തിൽ മരിച്ചത് ജിത്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജിത്തുവും കൂടെയുള്ള മറ്റ് 4 പേരും കൂടെ ഫുട്ബോൾ മത്സരത്തിന് ശേഷം രാത്രി മീൻ പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഈ സമയത്ത് ഒരു വയലോര പ്രദേശം കൂടിയാണ് ഇവിടെ. ഇതുവഴി നടന്നു പോകുമ്പോൾ ഈ ഭാഗത്ത് ഒരു പന്നിക്കണി പന്നിയെ കുടുക്കാൻ വേണ്ടി ഒരു കെണി വെച്ചതായിരുന്നു. അതിൽ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതി കണക്ഷൻ കണക്ട് ചെയ്ത് അതുവഴി ഈ പന്നിയെ കുടുക്കാനുള്ള ലക്ഷ്യമിട്ടായിരുന്നു പന്നിക്കണി വെച്ചിരുന്നത്. പക്ഷേ ഇതുവഴി ഇവർ നടന്നു പോകുമ്പോൾ വൈദ്യുതാഘാതമേറ്റാണ് ജിത്തു മരിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂടെയുള്ള മറ്റ് 2 പേർക്ക് കൂടി വൈദ്യുതാഘാതം ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്ക് ഏറ്റിട്ടുണ്ട്. ഈ 2 പേരും നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത്തരം വിഷയം പ്രധാന ഒരു ചർച്ചാ വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയാണ് നിലമ്പൂർ. ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്യജീവികൾ പലപ്പോഴായി വ്യാപകമായി തന്നെ ഇവിടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ നിരവധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ ഈ വന്യജീവികൾ ഈ കൃഷി സ്ഥലം എല്ലാം തന്നെ ആക്രമിക്കുന്നത് തടയുന്നതിന് വേണ്ടിയുമാണ് ഈ രീതിയിൽ ഒരു പന്നിക്കണി വെച്ചിരുന്നത്. പക്ഷേ ഈ പന്നിക്കണിയിൽ തട്ടി ഷോക്കേറ്റാണ് ഇപ്പോൾ ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ജീവൻ നഷ്ടമായത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു സംഭവം തന്നെയാണ്. ഇത് മനഃപൂർവ്വമായ ഈ വിഷയത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. പന്നിക്കണി വെച്ച ആളെക്കുറിച്ചുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത്തരത്തിലൊരു പന്നിക്കണി വെച്ചിരിക്കുന്നത്. മുൻപ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു പന്നിക്കണി ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതനുസരിച്ച് സ്ഥിരമായി തന്നെ ഈ കുട്ടികൾ നടന്നു പോകുന്ന ഒരു വഴിയാണ്. അവർ ഫുട്ബോൾ കളിക്കാനും മറ്റും ഇതുവഴി നടന്നു പോകുന്ന ഒരു വഴിയാണ്. മീൻ പിടിക്കാൻ അടക്കം ഇതുവഴി നടന്നു പോകാറുണ്ട്. പക്ഷേ ഇതിനു മുൻപ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പന്നിക്കണി ഉണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. ഈ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ വലിയൊരു പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഉള്ളത്. പലപ്പോഴും വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ നിരവധി ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ 3 പേരുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ കാളിക്കാവ് നരഭോജി കടുവയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ വന്യജീവി ശല്യം അതിരൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഇത്. ഇവിടെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ കൃത്യമായി ഒരു ഇടപെടലും ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും അവർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപത്തിലാണ് നാട്ടുകാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യക്ഷമമായ ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഇതിനെതിരെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ ഈ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയമായി കാണാനായിരിക്കും ഓരോരുത്തരും ശ്രമിക്കുക ശിവദാസ. കാരണം ഒരു ഭാഗത്ത് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാകുകയുള്ളൂ. തങ്ങൾക്ക് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു കാര്യക്ഷമമായ ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് തങ്ങൾ ഇത്തരം പ്രവൃത്തിയിലേക്ക് പോകുന്നത് എന്നാണ് കർഷകർ പൊതുവെ ഉയർത്തുന്ന അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ന്യായീകരണം. പക്ഷേ ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഈ ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കുക?
തീർച്ചയായും പലപ്പോഴും ഇത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ശ്രമം വലതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ ജനപ്രതിനിധികളായി ഇവർ രണ്ട് കൂട്ടരും മാറി മാറി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 തവണ തുടർച്ചയായി ആര്യാടൻ മുഹമ്മദ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു നിയമസഭയിൽ എത്തിയിരുന്നു. ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായൊരു നടപടികൾ വരുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ആര്യാടൻ മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 1987 മുതൽ 2016 വരെ ആര്യാടൻ മുഹമ്മദാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയത്. അതിനുശേഷം 2016 മുതൽ 2 തവണയായി LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവറാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചത്. ഈ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണ്. പക്ഷേ കൃത്യമായൊരു പ്രവൃത്തികളോ അല്ലെങ്കിൽ കൃത്യമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള ഒരു ഇടപെടലോ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കൃത്യമായി നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാം. ആ കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോഴുള്ള ഒരു പ്രതികരണം. കാരണം വർഷങ്ങളായി അവർ നേരിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് വനമേഖല കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ നിരവധി പേർ ഉപജീവന മാർഗമായി കൃഷിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത്. അവരുടെ പ്രധാന ഉപജീവന മാർഗം കൂടിയാണ് ഈ കൃഷി. ഇത്തരത്തിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ഇവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കുരങ്ങുകളും മയിലുകളും കാട്ടുപന്നികളും കാട്ടാനകളും എല്ലാം തന്നെ നിരവധി ഉള്ള ഒരു മേഖലയാണ്. പലപ്പോഴും ഇവർ മുൻകാലങ്ങളെക്കാൾ കൂടുതലായി ഈ അടുത്ത കാലത്തായി കൂടുതലായി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷേ ഇങ്ങനെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും കൃത്യമായ ഒരു ഇടപെടലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും ഇല്ലാത്തതിൽ വലിയൊരു പ്രതിഷേധം തന്നെ നാട്ടുകാർ ഉണ്ട്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം അത് അതിരൂക്ഷമായി തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ കൃത്യമായി മറുപടി പറയാനുള്ള ഒരുക്കത്തിലാണ് ഈ പ്രദേശത്തെ കർഷകരും. അതോടൊപ്പം ഈ മരിച്ച വിദ്യാർത്ഥിയോടൊപ്പം മറ്റ് 2 വിദ്യാർത്ഥികൾക്ക് കൂടി പരിക്കേറ്റിരുന്നല്ലോ. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? രോഹിണി, അവർ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഒരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മറ്റൊരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് നിലവിൽ ചികിത്സ തുടരുന്നത്. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോഴെല്ലാം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ല. കാരണം ഇന്നലെ ഒരാൾക്ക് അല്പം ഗുരുതരമായിരുന്നു. പക്ഷേ പിന്നീട് ചികിത്സയിലൂടെ അതെല്ലാം തന്നെ ഭേദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവരുടെ ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഇല്ല, തൃപ്തികരം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അപകടനില ഇവർ തരണം ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി ശിവദാസ്. മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പന്നിക്കണി സ്ഥാപിച്ച ആളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. BJP പ്രവർത്തകർ സംസ്ഥാന പാത കഴിഞ്ഞ ദിവസം ഉപരോധിച്ചിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. ഇപ്പോഴും ആ പ്രതിഷേധ സ്വരം അവിടെ ഉയർന്നു തന്നെ കേൾക്കാനും കഴിയുന്നുണ്ട്. ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.